നമുക്ക് കമ്പ്യൂട്ടറിൻ്റെ ഡെസ്ക്ടോപ്പിനകത്തൊരു ടെക്സ്റ്റ് ഫയൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. ഡെസ്ക്ടോപ്പിനകത്ത് ഫ്രീ ആയിട്ടുള്ളൊരു സ്ഥലത്ത് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ന്യൂ എടുക്കുക. ന്യൂ ഒരു പുതിയൊരു ടെക്സ്റ്റ് ഡോക്യുമെൻ്റാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ വന്നിട്ട് ടെക്സ്റ്റ് ഡോക്യുമെൻറ്റിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ആ ടെക്സ്റ്റ് ഡോക്യുമെൻ്റ് ഒരു പേര് കൊടുക്കുക. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ന്യൂ ടെക്സ്റ്റ് ഡോക്യുമെൻ്റ് എന്ന പേരാണ് വന്നിട്ടുള്ളത്. ഇത് ബാക്ക് സ്പേസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമുക്ക് എറേസ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്കിതിൻ്റെ മുകളിൽ ടൈപ്പ് ചെയ്യാം എന്താണോ നമ്മൾ പേര് കൊടുക്കുന്നത്. ഞാനിവിടെ മൈ വർക്ക് എന്നാണ് നമ്മൾ ഫയലിന് പേര് കൊടുക്കുന്നത്. മൈ വർക്ക് എന്നാണ്. ജസ്റ്റ് പുറത്തുനിന്ന് ക്ലിക്ക് ചെയ്താൽ ആ പേരവിടെ പതിയും. ഇനി ഈ ഒരു ടെക്സ്റ്റ് ഡോക്യുമെൻറ്റ് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക. അപ്പോൾ അവിടെ മൈ വർക്ക് നോട്ട് പാഡ് എന്നാണ് കാണിക്കുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് എന്താണോ ടൈപ്പ് ചെയ്യേണ്ടത് അത് ടൈപ്പ് ചെയ്യാം. ഇപ്പോൾ ഞാനിവിടെ കമ്പ്യൂട്ടറിൽ നിന്ന് ടൈപ്പ് ചെയ്തു. ജസ്റ്റ് നമുക്ക് എന്താണോ ടൈപ്പ് ചെയ്യേണ്ടത് അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ചിലപ്പോൾ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ നമുക്ക് 1 by 1 ആയിട്ട് നോട്ട് ചെയ്ത് വെക്കാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് ഓർത്ത് വെക്കേണ്ട കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് ടൈപ്പ് ചെയ്താൽ മതി. ഇപ്പോൾ ജസ്റ്റ് ഒരു ബേസിക് ആയിട്ടുള്ള ജസ്റ്റ് ടൈപ്പിംഗ് മാത്രം ജസ്റ്റ് നമുക്ക് ടൈപ്പ് ചെയ്യാം, എഡിറ്റ് ചെയ്യാം, ചെറിയ രീതിയിൽ ഫോർമാറ്റ് ചെയ്യാനൊക്കെ പറ്റുന്നൊരു പ്രോഗ്രാമാണ് നോട്ട് പാഡ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ വർക്ക് സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫയലിൽ പോയിട്ട് ഫയലിൽ ക്ലിക്ക് ചെയ്തിട്ട് സേവ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഈ ഫയൽ സേവായി. ഇനി എനിക്ക് ഇവിടുന്ന് ക്ലോസ് ചെയ്യാം. ക്ലോസ് ചെയ്താൽ എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഈ മൈ വർക്ക് എന്നുള്ള ഡോക്യുമെൻറ്റിൽ ടെക്സ്റ്റ് ഡോക്യുമെൻറ്റ് ഡബിൾ ക്ലിക്ക് ചെയ്താൽ നമ്മൾ ടൈപ്പ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. എന്ത് വേണമെങ്കിലും നമുക്ക് ടൈപ്പ് ചെയ്യാം. ഞാനിവിടെ ക്ലോസ് ചെയ്തു. ഇനി ഈ ഫയൽ നമുക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് കളയണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ ടെക്സ്റ്റ് ഡോക്യുമെൻ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് കീബോർഡിൽ ഡിലീറ്റ് എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്താൽ നമുക്ക് ഫയലിനകത്ത് ഡിലീറ്റ് ചെയ്യാം. ഡെസ്ക്ടോപ്പിനകത്തുനിന്ന് ഫയൽ നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റും.